പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകുമാറാകട്ടെ. 2026 ഈ ഒരു സുവർണ അവസരം, ഒരു നല്ല വർഷം നമുക്ക് ലഭിപ്പാൻ നല്ല നാഥൻ നൽകിയ നല്ല അവസരത്തെ ഒരു നല്ല നന്ദി പറയുന്നു. നമുക്ക് വീണ്ടും ഈ മിഷൻ 7 ദൈവത്തിൻ്റെ വചനം ആഴമായി പഠിക്കുവാനും ദൈവവചനം നല്ലവണ്ണം ചിന്തിക്കുവാനുള്ള ഒരു അവസരമാണ് ഈ 2026 നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാ പ്രേക്ഷകരെയും ഈ യൂട്യൂബ് ചാനലിൽ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ മിഷൻ 7 നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം മുദ്രയിടാത്ത ഒരു പുസ്തകം. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. എൻ്റെ വേദഭാഗം നമുക്ക് നൽകിയിരിക്കുന്ന വെളിപാട് പുസ്തകം, അതിൻ്റെ 1 വാക്യം നമ്മൾ വായിക്കുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ വെളിപ്പാട്. അതിമനോഹരമായ ഒരു പുസ്തകത്തെ ആസ്പദമാക്കിയാണ് നാളുകളിൽ ദൈവവചനത്തെക്കുറിച്ച് നമുക്ക് പഠിക്കാൻ നോക്കണം ആഗ്രഹിക്കുന്നത്. അപ്പോൾ വെളിപ്പാട് എന്ന വാക്ക് വാസ്തവത്തിൽ ഗ്രീക്ക് ഭാഷയായ അല്ലെങ്കിൽ ഗ്രീക്ക് പദമായ അപ്പോക്കലിപ്സ് എന്ന വാക്കിൽ നിന്നാണ് വിവർത്തനം ചെയ്തിരിക്കുന്നത്. എന്നാൽ അതിൻ്റെ അർത്ഥം ഇപ്രകാരമാണ്: വെളിപ്പെടുത്തൽ അല്ലെങ്കിൽ അനാച്ഛാദനം എന്നാണ്. മറഞ്ഞിരിക്കുന്നതായ സത്യത്തെ മറ്റു തിരുവെഴുത്തിൽ നിന്നും അനാവരണം ചെയ്ത ഒരു പുസ്തകമാണ് വാസ്തവത്തിൽ വെളിപാട്. ഇത് പഠിക്കുകയും വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്ന ഏറ്റവും വലിയ ഭാഗ്യവാനാണെന്ന് വെളിപ്പാട് പുസ്തകം 1 അധ്യായത്തിന്റെ 3 വാക്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് നാം ഒരു കാര്യം മനസ്സിലാക്കിയിരിക്കേണ്ടത്, അന്ത്യകാലത്തേക്കുള്ളതായ ഒരു പുസ്തകമാണ് വെളിപാട് പുസ്തകമെന്നും, അതുപോലെ തന്നെ അന്ത്യകാലത്തേക്കുള്ളത് മാത്രമല്ല, അന്ത്യകാലമാണിത്. ഈ സമയത്ത് വളരെ ഭംഗിയായി പഠിക്കുവാൻ പ്രവചനത്തിൻ്റെ ആത്മാവ് നമുക്ക് നൽകപ്പെട്ടിരിക്കൊണ്ട് വളരെ ഭയഭക്തിയോടും പ്രാർത്ഥനയോടും കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതും പഠിക്കേണ്ടതും അത്യാവശ്യമാണ്. ഇതിൽ വാസ്തവ ഉദാഹരണത്തിന് ദാനിയേൽ പ്രവചനം 12-4 വാക്യം നമ്മൾ വായിക്കുമ്പോൾ, നീയോ ദാനിയേലേ, അന്ത്യകാലം വരെ ഈ വചനങ്ങളെ അടച്ച് പുസ്തകത്തിന് മുദ്രയിടുക എന്ന് ദാനിയേലോട് പറഞ്ഞു. മാത്രമല്ല, സമയം അടുത്തിരിക്കയാൽ ഈ പുസ്തകത്തിലെ പ്രവചനം മുദ്രയിടരുത്. അപ്പൊ ദാനിയേൽ പ്രവചനം എന്ന പുസ്തകത്തെ വെളിപ്പെടുത്തുന്നത് വെളിപ്പാട് പുസ്തകമാണ്. അപ്പൊ ദാനിയേലോട് പറഞ്ഞിരിക്കുന്ന, നീയോ ദാനിയേലേ, അന്ത്യകാലം വരെ എന്ത് ചെയ്യണം? ഈ പുസ്തകത്തെ അടച്ച് മുദ്രയിടുക എന്നുള്ളതാണ്. എന്നാൽ വെളിപാട് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് ഈ പുസ്തകത്തിലേത് മുദ്രയിടരുത് എന്ന്. അപ്പൊ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ദാനിയേലും വെളിപാട് പുസ്തകം നമ്മൾ ഒരുമിച്ച് പഠിച്ച് മനസ്സിലാക്കേണ്ടതാണ്. എങ്കിൽ മാത്രമേ ഇതിന്റെ അർത്ഥങ്ങളെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഉദാഹരണമായിട്ട് വെളിപാട് പുസ്തകത്തിലെ 404 വാക്യങ്ങളുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിലുപരിയായിട്ട് മാത്രമല്ല, അവിശ്വസനീയമാം വിധം ബൈബിളിലെ മറ്റ് പുസ്തകങ്ങളെ കുറിച്ചുള്ള 500-ലധികം വ്യക്തമായ പരാമർശങ്ങളും വേദപുസ്തകത്തിൽ നൽകിയിരിക്കുന്നു. വളരെ ചിന്താധീനമായ ഒരു പുസ്തകത്തിലൂടെ നാം പരിശുദ്ധാത്മാവിന്റെ ശക്തി ആർജിച്ചുകൊണ്ട് പഠിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ ഈ അന്ത്യകാലത്ത് സംഭവിക്കുന്ന സകല പ്രവചനങ്ങളെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കുന്ന സാധിക്കും. ദാനിയേലും വെളിപാട് പുസ്തകം ഒരുമിച്ച് പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഇതിന്റെ അന്തസത്ത നമുക്ക് മനസ്സിലാക്കുന്ന സാധിക്കും. അതുകൊണ്ട് ഓരോ ദൈവമക്കളും ഓരോ ദൈവവിശ്വാസികളും മനസ്സിലാക്കേണ്ടത്, ദാനിയേലിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ പ്രവചനത്തിൻ്റെയും വെളിപ്പെടുത്തൽ വെളിപാട് പുസ്തകത്തിലാണ്. അത് നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം? പ്രാർത്ഥനയോടുകൂടെ പഠിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ മാത്രമേ ഒരു വ്യക്തിക്ക് അത് മനസ്സിലാക്കുന്ന സാധിക്കുകയുള്ളൂ. മാത്രമല്ല, ഇവിടെ നമ്മൾ ചില പുസ്തകങ്ങളോട് പരാമർശിക്കുന്നത് പോലെ യിരെമ്യാവ്, ദാനിയേൽ, എഗസ്കേൽ, സെഖര്യാവ് തുടങ്ങിയ പ്രവചന പുസ്തകങ്ങളിൽ നിന്നുമാണ് ഈ പ്രവചനങ്ങളെല്ലാം വരുന്നത്. അതുകൊണ്ട് ഈ പ്രവചനങ്ങളെല്ലാം ആസ്പദമാക്കി അതിൻ്റെ അടിസ്ഥാനം രൂപപ്പെടുത്തിയിരിക്കുന്നത് വെളിപാട് പുസ്തകത്തിലാണ്. ഈ വെളിപാട് പുസ്തകത്തിലൂടെ പഠിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുമ്പോഴാണ് യഥാർത്ഥ പ്രവചനത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് അയഞ്ഞ അറ്റങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ചരടാണ് വെളിപാട് പുസ്തകം. അനേക പുസ്തകങ്ങളെ ബന്ധിപ്പിക്കുന്ന, അനേക പുസ്തകങ്ങളുടെ ചരടാകുന്ന, അതിനെ ബന്ധിപ്പിക്കുന്ന ഒരു പുസ്തകമാണ് വെളിപാട് പുസ്തകം. അതുകൊണ്ട് വെളിപാട് പുസ്തകത്തിൽ പൂർണ്ണമായി ഊന്നൽ നൽകിക്കൊണ്ട്, മനസ്സ് കൊടുത്തുകൊണ്ട്, പരിശുദ്ധാത്മാവിന്റെ ഉൾപ്രേരണയാൽ പഠിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ വിശ്വാസം പൂർണ്ണതയിലെത്തിത്തീരും. അതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, മനോഹരമായ ഈ നല്ല പ്രഭാതത്തിൽ
പ്രേക്ഷകരായി ഞങ്ങൾക്ക് ഒരുമിച്ച് ദൈവവചനം പഠിക്കുവാൻ, ധ്യാനിക്കുവാൻ ഇടയാക്കിയ നല്ല നിമിഷങ്ങൾക്കായിട്ട് നല്ല നാഥന് നന്ദി പറയുകയാണ്. ഇന്ന് ഞങ്ങൾ കേട്ടതായ ചിന്താ വിഷയം മുദ്ര ഇടപ്പെട്ടതായ ഒരു പുസ്തകത്തെക്കുറിച്ചും എന്നാൽ മുദ്ര ഇടരുത് എന്ന വെളിപാടുകാരന്റെ പുസ്തകത്തെക്കുറിച്ച് നമ്മൾ മനസ്സിൽ സാധിച്ചു. ദൈവമേ, ദൈവത്തിന്റെ പ്രവചനങ്ങൾ അനേക പുസ്തകങ്ങളെ ഒരുമിച്ച് കോർത്തിണക്കിക്കൊണ്ട് ഞങ്ങൾക്ക് വെളിപാട് പുസ്തകത്തിലൂടെ നൽകിയിരിക്കുന്ന പ്രവചനാത്മാക്കളെ കുറിച്ച് പഠിക്കുവാൻ ഈ നാളെ ഞങ്ങളെ സഹായിക്കണം. പ്രേക്ഷകരെല്ലാം മക്കളെ ഒരുക്കണം. പ്രാർത്ഥന കേട്ടതിന് സ്തോത്രം. സകലം യേശുവിൻ നാമത്തിൽ താഴ്മയായി കെഞ്ചുന്നു. കേൾക്കണം സ്വർഗീയ നല്ല ദൈവമേ. ആമേൻ.